അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്തെല്ലാം സൗകര്യങ്ങളുള്ള ഒരു ലോകത്താണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. പഴയൊരു കാലത്തെ ഓർമ്മകൾ വരികയാണ്. അതായത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ വിശുദ്ധ ഖുർആൻ്റെ ഒരു പാരായണം അത് കേൾക്കാനുള്ളൊരാഗ്രഹം. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ദീർഘയാത്രകൾ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ ഖുർആൻ കേൾക്കാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു വലിയ ടൈപ്പ് റെക്കോർഡ്, ആ ടൈപ്പ് റെക്കോർഡർ കയ്യിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അത് നമ്മൾ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് കുറഞ്ഞ സൗണ്ടിലിട്ട് ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ഖുർആൻ്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചത് ഓർമ്മ വരുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ഖുർആൻ്റെ അർത്ഥങ്ങൾ നോക്കാൻ പരിഭാഷ ആവശ്യമായി വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ കയ്യിലുള്ള പരിഭാഷകളെ പല പീസുകളാക്കി ബൈൻഡ് ചെയ്ത് സൗകര്യപൂർവ്വം നമ്മുടെ കൈ വലിയൊരു പരിഭാഷ കൈ പിടിക്കാം. മാനുവലിൻ്റെയൊക്കെ വലിയൊരു പരിഭാഷ കൈ പിടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് ആവശ്യ സമയത്ത് നോക്കാൻ വേണ്ടി അത് ചെറിയ ഭാഗങ്ങളാക്കി കയ്യിൽ പിടിച്ചു കൊണ്ടുപോയിരുന്ന കാലം ആലോചിക്കും. അപ്പോൾ ഒരു ഖുർആൻ പരിഭാഷ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ഖുർആൻ്റെ പാരായണം കേൾക്കാൻ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നമുക്കിന്നിപ്പോൾ റേഡിയോക്ക് ഒരു ചാനലുണ്ട്, ഖുർആൻ്റെ തൻസീൽ, ഖുർആൻ മാത്രം കേൾക്കാൻ പറ്റുന്ന ചാനലുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ പറയാൻ കാരണം, ഇപ്പോൾ കഴിഞ്ഞൊരു യാത്രക്കിടയിൽ ഒരു റൂമിൽ താമസിക്കുന്ന സമയത്ത് അവിടെ കിബില അറിയാൻ വേണ്ടിയിട്ട് കിബില ഫൈൻഡർ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്ത് ചെയ്തു, ഒരു ജമീൽ എടുത്തിട്ട് പറയുന്നത് ജമീലുണ്ട് എന്ന് പറഞ്ഞെടുത്ത് വളരെ എളുപ്പത്തിൽ ജമീൽ അത് നോക്കി കിബില കണ്ടുപിടിച്ച് ഞങ്ങൾ നിസ്കരിച്ച്. അപ്പോഴാണ് മനസ്സിൽ വന്നത്, ഇതൊന്ന് പറയണമല്ലോ ആളുകളോടെന്നാണ്. അതായത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ ജമീൽ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ജമീൽ. ആ ജമീലൊന്ന് എടുത്തിട്ട് നമ്മളൊന്ന് തുറക്കുക, ഓപ്പണാക്കുക, അതിലെന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് മാത്രം ഒന്ന് നോക്കുക. ഒരു പക്ഷേ ഒരു ഇസ്ലാമികമായ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നുണ്ടല്ലോ, സാധ്യമാകുന്ന ഒന്നാണ് ശരിക്കും ജമീൽ. നിങ്ങൾ രാവിലെയും വൈകുന്നേരം ചെയ്യുന്ന അദ്കാറുകൾ അതിൽ കിട്ടും. അപ്പോൾ നമ്മളതിലിങ്ങനെ ഓണാക്കി വെച്ചാൽ ഒന്ന് എത്ര പ്രാവശ്യം ചെയ്യണം, 100 പ്രാവശ്യം ചെയ്യണ ദിക്ർ, 3 പ്രാവശ്യം ചെയ്യണ ദിക്ർ, അത് അതിനൊരു ക്രമം ഒക്കെ, അതിൻ്റെ അർത്ഥം എല്ലാം നമുക്കതിൻ്റെ ഓഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഒരു സമയം. അപ്പോൾ ജമീൽ ആപ്പ് ചുരുങ്ങിയതൊരു ദിവസം 2 നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പൺ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. അതേമാതിരി ദുറൂസുകൾ, നമുക്കൊരു വിഷയത്തെക്കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനാസയെക്കുറിച്ച് വിശദമായി കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ കിതാബ് തൗഹീദ്, നമുക്ക് എന്താണോ നമുക്ക് പഠിക്കേണ്ടത്, നിരന്തരമായൊരു ദർസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യമാവും. പിന്നെ ഖുത്തുബകൾ, വിവിധ പള്ളികളിൽ നടക്കുന്ന ഖുത്തുബകൾ നമുക്ക് കിട്ടും. ടെക്സ്റ്റുകൾ ധാരാളം, വായിക്കാൻ പറ്റുന്ന PDF ഫയലുകൾ നമുക്കതിൽ കിട്ടും. വീഡിയോസ് ഉണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ പാട്ടുകൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും പാട്ടുകൾ കിട്ടും. അപ്പോൾ നമ്മളൊരു ഇസ്ലാമിക മനസ്സനുസരിച്ചിട്ട് എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഒന്നിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥ എത്രമാത്രം നമുക്കൊരു സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും അജ്ഞരാണ്. നമ്മുടെ മുന്നിലുള്ള പല സൗകര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയില്ല. അതാണല്ലോ, ചിലപ്പോൾ നമ്മൾ ലിഫ്റ്റുള്ള കെട്ടിടത്തേക്ക് എന്ത് ചെയ്യാണ്, കോണി മുഖേന കയറുമല്ലോ. കയറി നമ്മൾ 4-5 ഫ്ലോറിന് മുകളിലെത്തി നിൽക്കുമ്പോൾ ഒരാളുണ്ടാവും ലിഫ്റ്റിൽ വന്ന് ഇറങ്ങണോ, അയ്യോ ലിഫ്റ്റുള്ളത് അറിഞ്ഞില്ലല്ലോ എന്നാണ്. അത്രയും ഉയരമുള്ളൊരു കെട്ടിടത്തിന് ലിഫ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ലിഫ്റ്റ് അന്വേഷിച്ചില്ലല്ലോ നമ്മൾ, അല്ലേ? കഴിഞ്ഞൊരു പ്രാവശ്യം എൻ്റെ ചെറിയൊരു കുട്ടി, വീട്ടിലൊരു ചെറിയ കുട്ടി പറഞ്ഞു, ഫോണിൻ്റെ സൈഡ് സ്വിച്ച് ഇങ്ങനെ എപ്പോഴും അത് ഓണാക്കാനും ഓഫാക്കാനും ഉപയോഗിച്ച് പറഞ്ഞു, വെറുതെ ആ ഫോണിൽ ഇങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ ടച്ച് ചെയ്താൽ അത് ഓണാകും, 3 പ്രാവശ്യം ടച്ച് ചെയ്താൽ അത് ഓഫാകും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ്. 3 പ്രാവശ്യം, അത് എല്ലാ ഫോണിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, 3 പ്രാവശ്യം ടച്ച് ചെയ്തപ്പോൾ അത് ഓണായി, 3 പ്രാവശ്യം ടച്ച് ഓഫായി. അതുകൊണ്ട് ഇപ്പോൾ സൈഡ് സ്വിച്ച് ഉപയോഗിക്കേണ്ടി വരില്ല, ഫുൾ അതിന്. ഈ ഫെസിലിറ്റീസ് നമുക്ക് അറിയില്ല, ഈ സൗകര്യങ്ങൾ നമുക്ക് അറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോൾ റേഡിയോ ആണെങ്കിലും
നമ്മുടെ ജമീൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരാൾ ദിക്ർ ചെല്ലാൻ അതിനൊരു കടലാസോ ഏടോ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കും. കിബിലക്ക് നോക്കാൻ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഖുർആൻ ഓത്ത് കേൾക്കാൻ വേറൊരു സംഭവം ഉണ്ടായിരിക്കും. ദർസുകൾ കേൾക്കാൻ വേറെ യൂട്യൂബ് ചാനൽ അവലംബിക്കുന്നതായിരിക്കും. ഖുത്ബ കേൾക്കാൻ വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കയറുന്നുണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാറ്റിനുമുള്ളൊരു പരിഹാരമെന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ജമീൽ ആപ്ലിക്കേഷൻ. നിങ്ങളതൊന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുദീൻ്റെ രംഗത്ത് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. അത് ഉപയോഗിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.